കാഫിർ വ്യാജ പോസ്റ്റർ കേസിൽ പിടിച്ചെടുത്ത ഡിവൈഎഫ്ഐ നേതാവിന്റെ അടക്കം ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധന വേഗത്തിലാക്കണമെന്ന് കോടതി. വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. പരാതിക്കാരനായ മുഹമ്മദ് കാസിം ഈ കേസിലെ ഇരയാണെന്ന് കോടതി നിരീക്ഷിച്ചു. കാസിമിന്റെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും ഹൈക്കോടതി അറിയിച്ചു. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, പരിശോധന വേഗത്തിലാക്കണം എന്ന് കോടതിക്ക് പറയേണ്ട സ്ഥിതി എന്തുകൊണ്ടാണ്? കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി ഇതിലെ ഫോറൻസിക് പരിശോധന വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത്. അതായത് ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ആരാണ് എന്നത് വേഗത്തിൽ കണ്ടെത്തണമെന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവ് രമേശിന്റെ അടക്കമുള്ള ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിലെ പരിശോധനാ ഫലമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഈ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുള്ളവരാരും തന്നെ തങ്ങൾക്ക് എവിടെ നിന്ന് ഈ സ്ക്രീൻഷോട്ട് കിട്ടിയെന്നത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതാണ് ഈ കേസിലെ ഒരു പ്രതിസന്ധി എന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ശാസ്ത്രീയ പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വേഗത്തിലാക്കി കുറ്റക്കാരെ വേഗത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതാണ് കോടതിയുടെ നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാരനായ മുഹമ്മദ് കാസിം ഈ കേസിലെ ഒരു ഇരയാണ് എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാസിമിന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.